നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനൊരു ഡോക്ടറല്ല, പക്ഷേ എൻ്റെ 14 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഒരു 4 കൊല്ലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഇന്ന മരുന്ന് കഴിക്കണമെന്നോ ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യണമെന്നോ ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ചില കണ്ടീഷനുകളെ പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നത് മാത്രം. വീഡിയോയിൽ ഞാൻ എമർജൻസി റൂമിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രോഗി വരുവാനിടയായി. ഒരു 40 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യൻറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ പേഷ്യൻറ്റ് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആണ്. ഇടയ്ക്ക് വെച്ച് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ആ രോഗിയെ ബെഡിലോട്ട് കിടത്തി. റിലേറ്റീവ്, അതായത് വൈഫ് പറഞ്ഞു 2-3 ദിവസമായിട്ട് രോഗി കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നു, ഭയങ്കര ദാഹം, അങ്ങനെ വോമിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉടനെ തന്നെ നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തു. വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ട് റേറ്റ്, ECG, സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ എത്ര ഉണ്ടെന്ന്, ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ എത്ര ഉണ്ട്, ബ്ലഡ് പ്രഷർ, അത് കൂടാതെ ബ്ലഡ് ഷുഗർ കൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് ആ ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ആയിട്ട്, ആ മോണിറ്ററിൽ തന്നെ ഗ്ലൂക്കോമീറ്ററിനകത്ത് കാണിക്കുന്ന ഹൈ എന്നാണ് കാണിക്കുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്തു. ഡോക്ടർ വന്ന് കണ്ട് നമ്മുടെ വൈറ്റൽസ് എല്ലാം റീചെക്ക് ചെയ്തു. അത് കൂടാതെ റിലേറ്റീവ്സിൻ്റെ അടുക്കെ ജസ്റ്റ് ഒരു ഡേറ്റ കളക്ട് ചെയ്തു. അപ്പോൾ വൈഫ് പറഞ്ഞു 2-3 ദിവസമായിട്ട് ഹസ്ബൻഡ് ഇൻസുലിൻ എടുത്തിട്ടില്ല, ഈ ഇൻസുലിൻ എടുക്കാത്തത് കൊണ്ട് ആണോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഡയബറ്റിക് രോഗിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻസുലിൻ്റെ ഡോസോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ലെവലോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻസുലിൻ്റെ ലെവലോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ മെഡിസിൻ ചേഞ്ച് ചെയ്യുന്ന കാര്യമോ ആലോചിക്കാവൂ. നമ്മൾ അപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു യൂറിൻ്റെ കീറ്റോൺസ് ചെക്ക് ചെയ്യുക, ബ്ലഡ് കുറച്ച് എടുത്തിട്ട് ആസിഡ് ലെവൽ എങ്ങനെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് യൂറിൻ്റെ കീറ്റോൺസ് ഹൈ ആണ്. പേഷ്യൻ്റെ ABG അല്ലെങ്കിൽ VBG ഷോസ് അസിഡോസിസ് ആണ്, ആസിഡിൻ്റെ ലെവൽ കൂടുതലാണ്. ഡോക്ടർ അപ്പോൾ തന്നെ ഈ രോഗിക്ക് ഒരു ICU ബെഡ് ബുക്ക് ചെയ്യാനായിട്ട് പറയുകയും അതുകൂടാതെ എമർജൻസി റൂമിൽ ഇട്ട് തന്നെ അക്യൂട്ടായിട്ടുള്ള കുറേ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും പറഞ്ഞു. അതായത് IV ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക, അതായത് ആ രോഗിക്ക് ഡീഹൈഡ്രേഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. ഈ രോഗിക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻസുലിൻ്റെ ഇൻഫ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻഫ്യൂഷൻ, അതായത് ഒറ്റ ഡോസല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫ്യൂഷൻ. അതുകൂടാതെ പൊട്ടാസ്യം ലെവൽ ആ രോഗിക്ക് കുറവായിരുന്നു, അതുകൊണ്ട് പൊട്ടാസ്യം കറക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ രോഗിക്ക് പറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രോഗിക്ക് ഈ ഇൻസുലിൻ സ്കിപ്പ് ചെയ്തത് കൊണ്ട് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിപ്പെട്ടു. ഈ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഡയബറ്റിസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ശരീരത്തിലെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് കൂടുന്നതിനാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് കാരണം ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സെൽസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സെൽസ് എന്ത് ചെയ്യും? ബോഡിക്ക് എനർജി വേണം. അപ്പോൾ ഈ സെൽസ് എനർജിക്ക് വേണ്ടി ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യുമ്പോൾ കീറ്റോൺസ് എന്ന് പറഞ്ഞൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുകയും ഈ കീറ്റോൺസ് എന്ന് പറയുന്നത് അമിതമായിട്ട് കൂടുന്നത് കൊണ്ട്, അതായത് കീറ്റോൺസ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, അസിഡിക് സ്വഭാവമുള്ളൊരു പദാർത്ഥമാണ്. അപ്പോൾ ഈ കീറ്റോൺസ് അമിതമായിട്ട് കൂടുകയും അസിഡോസിസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡയബറ്റിസ് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്, ഓർ DKA. അതുകൊണ്ട് ഈ രോഗിയുടെ ശരീരം പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും. അതായത് അതിഭയങ്കരമായിട്ടുള്ള ദാഹം, എക്സസീവായിട്ട് യൂറിൻ പാസ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ, സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുക, വൊമിറ്റ് ചെയ്യുക, ബ്രീത്തിങ് ഒരു 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 ഫ്രൂട്ടി ഓർഡർ വരിക, അതായത് ഈ അസറ്റോൺസ് കൂടുന്നതുകൊണ്ടാണ് ഈ ഫ്രൂട്ടി ഓർഡർ വരുന്നത്. ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് പോവുക, വീക്ക്നെസ് ഉണ്ടാകുക, ഈ BP കുറഞ്ഞ് കോമ അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഷോക്കിലോട്ട് പോവുക,
എന്തുകൊണ്ടാണ് ഈ ഡയബറ്റിസ് കീറ്റോസിഡോസിസ് അല്ലെങ്കിൽ DKA വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് എക്സ്പെല് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ എക്സ്പെല് ചെയ്യുമ്പോൾ ആ രോഗി അമിതമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോസ് ആകാനുള്ള കാരണമാവുന്നു. അങ്ങനെ ആ രോഗിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് ഈ രോഗി BP കുറയാനായിട്ടും ഹൈപ്പോടെൻഷനിലോട്ട് പോകാനായിട്ടും ഷോക്കിലോട്ട് പോകാനായിട്ടുമുള്ള കാരണമാകും. രണ്ടാമത്തെ കാരണം അസിഡോസിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കീറ്റോൺസ് എന്ന് പറയുന്ന ആസിഡാണ് ഈ അമിതമായിട്ടുള്ള കീറ്റോൺസ് ഉൽപ്പാദിപ്പിക്കുകയും അസിഡോസിസിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആസിഡോസിസ് ഉണ്ടാകുന്ന ഈ ആസിഡ് ലെവൽ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ അത് ബാധിക്കും, നമ്മുടെ കിഡ്നിയെ അത് ബാധിക്കും, പേഷ്യൻ്റ് കോമയിലോട്ട് പോകാനായിട്ടും കാരണമാകും. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഇംബാലൻസ് ആണ്. ചില രോഗികളിൽ പൊട്ടാസ്യം കുറയാനായിട്ടും ചില രോഗികളിൽ കൂടാനായിട്ടും കാരണമാകും. അപ്പോൾ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ടിൻ്റെ മസിൽസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റാണ്. അപ്പോൾ ഇത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ മസിൽസ് ഇറഗുലറായിട്ട് ബീറ്റ് ചെയ്യും, കാർഡിയക് അറസ്റ്റിലോട്ടും കാരണമാകും. നാലാമത്തെ എന്ന് പറയുന്നത് ബ്രെയിൻ എഡിമ. ബ്രെയിൻ എഡിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ വെള്ളം നിറയുക. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് നമ്മുടെ സെൽസിനകത്തോട്ടുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ എക്സ്പെൽ ചെയ്യാൻ ബോഡി മെക്കാനിസം ചെയ്യുന്നതുകൊണ്ട് സെൽസിനകത്തു നിന്നുള്ള വെള്ളം ഷിഫ്റ്റ് ചെയ്തിട്ട് യൂറിനായിട്ട് പാസ് ചെയ്യും. അപ്പോൾ ഈ ബ്രെയിൻ സെൽസ് ചുരുങ്ങുന്നു. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്ലൂയിഡ് ഓവർലോഡായിട്ട് ബ്രെയിൻ എഡിമയ്ക്കും ചാൻസ് ഉണ്ട്. ഇത് സാധാരണമായി കാണുന്നത് കുട്ടികളിലാണ്. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഈ പേഷ്യൻസിൻ്റെ വെയ്റ്റിനനുസരിച്ചും കണ്ടീഷൻ അനുസരിച്ചും ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അമിതമായിട്ടുള്ള ഫ്ലൂയിഡ് അല്ലാതെ ആ രോഗിക്ക് വേണ്ട ഫ്ലൂയിഡ് സാധാരണമായിട്ട് പ്രിസ്ക്രൈബ് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാറുള്ളൂ. ഏറ്റവും ലാസ്റ്റായിട്ടുള്ളൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കോമ. ഈ ഡയബറ്റീസ് കൂടുമ്പോഴത്തേന് ഡയബറ്റിക് കോമയിലോട്ട് പോവുകയും പേഷ്യൻ്റ് ബ്രീത്തിങ്ങിനെ അത് ബാധിക്കുകയും പേഷ്യൻ്റ് മരണപ്പെടാനായിട്ടും കാരണമാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് തേടേണ്ടതാണ്. So thank you so much for watching me. We'll see you in next video. Bye.